കണ്ണൂർ ചെറുപുഴയിൽ പ്രളയമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ ബലി നൽകിയ ആർ രാജേഷിനോട് അനാദരവ്. രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തിച്ചതിൽ തികഞ്ഞ അനാസ്ഥ. എംബാം ചെയ്യാത്ത മൃതദേഹം തൃശൂർ ചാവക്കാട് വരെ എത്തിച്ചത് ഫ്രീസർ സംവിധാനമില്ലാത്ത ആംബുലൻസിലാണ്. സാരംഗ് ചേരുകയാണ്. സാരംഗ്, രാജേഷ് കാണാതായതിനു ശേഷം തിരച്ചിലിൽ ഗുരുതരമായ അനാസ്ഥയുണ്ടായി എന്നുള്ള പരാതി ഉയർന്നിരുന്നു. ഇപ്പോൾ ഫ്രീസർ സംവിധാനമില്ലാത്ത ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുവന്നു എന്ന് പറയുന്നു. വലിയ അനാദരവ്. മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങുമ്പോഴാണ് രാജേഷിന് ഈ അപകടം സംഭവിച്ചത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശദാംശം ഷമി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്വന്തം ജീവൻ ത്യജിച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ച വ്യക്തിയായിരുന്നു ആർ രാജേഷ്. ദുരന്തമുഖത്ത് പിന്നീട് അദ്ദേഹം ആ പുഴയിൽ തന്നെ ഒഴുക്കിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം തൻ്റെ സ്വന്തം ലൈഫ് ജാക്കറ്റ് രക്ഷപ്പെടുത്താനെത്തിയ അല്ലെങ്കിൽ പ്രശ്നത്തിൽ കുടുങ്ങിയ തൊട്ടപ്പുറത്ത് പുഴയ്ക്ക് അപ്പുറത്ത് കുടുങ്ങിക്കിടന്ന ആ ഒരു കർഷകനെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. എന്തായാലും രാജേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തികഞ്ഞ അനാസ്ഥ നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ രാജേഷിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചതിൽ തികഞ്ഞ അനാസ്ഥയുണ്ടെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. എംബാം ചെയ്യാത്ത മൃതദേഹം തൃശൂർ ചാവക്കാട് വരെ എത്തിച്ചത് ഫ്രീസർ ഇല്ലാത്ത വാഹനത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിച്ച മൃതദേഹം വഴിയിൽ വെച്ച് മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അല്ലെങ്കിൽ ഈ വിവരം വെളിപ്പെടുത്തിയത് ആ ആംബുലൻസ് ഓടിച്ച ഡ്രൈവർമാർ തന്നെയാണ്. ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് നിയാസ് അതോടൊപ്പം തന്നെ മുഹമ്മദ് തൻവീർ എന്നിവരാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ ആംബുലൻസ് മാറുന്നതിൻ്റെയൊക്കെ തന്നെയും CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം ഒഴുക്കിൽപ്പെട്ട് പിന്നീട് അദ്ദേഹത്തിനെ തിരയുന്ന ആ സംഭവത്തിലും വലിയ അനാസ്ഥയുണ്ടായിരുന്നു, വീഴ്ചകളുണ്ടായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിൽ വലിയ അലംഭാവം ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും ന്യായീകരിക്കാൻ കഴിയാത്ത വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് സാരംഗ്. കാരണം സർക്കാർ സംവിധാനത്തിൽ ഒരു ഫ്രീസർ സംവിധാനമുള്ള ഒരു ആംബുലൻസ് ലഭിക്കുക എന്ന് പറയുന്നത് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അത് വേണ്ട, ഇത് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ആരാണ് എത്തിയിട്ടുള്ളത് സാരംഗ്? ഷമി, തീർച്ചയായും അവിടെ വലിയ രീതിയിലുള്ള ഒരു ഏകോപനം ഇല്ലാതെ പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തോന്നുംപടി അവർക്ക് തോന്നിയ പോലെ തന്നെ ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം, ഒരു മൃതദേഹത്തിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമയാണ് അത്തരത്തിൽ ഈ പൊതുദർശനത്തിനായി മൃതദേഹം വേണ്ട രീതിയിൽ ഒരുക്കുക എന്നുള്ളത്. എംബാം ചെയ്യുക എന്ന് പറയുന്നതും അത്തരത്തിൽ ഈ മൃതശരീരം ജീർണിക്കാതിരിക്കാനും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാനും വേണ്ടി ചെയ്യേണ്ട നടപടികളാണ്. അത് തീർത്തും ഇത്തരമൊരു സംഭവത്തിൽ തീർത്തും അത് ചെയ്തിരിക്കേണ്ട ഒരു നടപടിയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു കൃത്യമായുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതായിരുന്നു. എന്തായാലും ഈ മൃതദേഹം ഇത്തരത്തിൽ ഈ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണോ അവരുടെ ഭാഗത്ത് വലിയ പാളിച്ചകൾ ഉണ്ടായി എന്നുള്ളതാണ്. ആംബുലൻസ് മാറുന്നത് ഉൾപ്പെടെ, അതല്ലെങ്കിൽ എല്ലാം പോട്ടെ, ഒരു ഫ്രീസർ സംവിധാനം പോലും കൊണ്ടുവരാൻ ആ അധികൃതർക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃത്വം നൽകുന്ന സർക്കാരിനോ സാധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ വീഴ്ച തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷമി, കണ്ണൂർ ചെറുപുഴയിൽ പ്രളയമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ ബലി നൽകിയ രാജേഷിനോട് സംസ്ഥാന സർക്കാരിൻ്റെ അനാദരവ്. രാജേഷിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തിച്ചതിൽ അനാസ്ഥ. എംബാം ചെയ്യാത്ത മൃതദേഹം തൃശൂർ ചാവക്കാട് വരെ എത്തിച്ചത് ഫ്രീസർ സംവിധാനമില്ലാത്ത ആംബുലൻസിലാണ്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.